ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും കാസിനും ഒക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു തസ്തികയാണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. ഇപ്പൊ നമുക്കറിയാം, അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ സാധാരണ PSCയുടെ നയം 1.5 വർഷം കഴിയുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇനിയും കാണാത്തത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഈ തസ്തികയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന തസ്തികയുടെ പേ ആൻഡ് അലവൻസസ് എന്താണ്, പ്രൊമോഷൻ സാധ്യതകൾ എന്താണ്, നിയമന സാധ്യതകൾ എന്താണ്, കട്ട് ഓഫ് സാധ്യത എന്താണ്, റൊട്ടേഷൻ ഇപ്പോഴെവിടെ നിൽക്കുന്നു, അതിൽ ഏറ്റവും പ്രധാനം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വരിക എന്നതാണ്. നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സമഗ്രമായി പരിശോധിക്കാം. നോക്കൂ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നതാണ്. അവിടെ നിങ്ങൾ BA കാരാകട്ടെ, BCom കാരാകട്ടെ, BSc ആകട്ടെ, BTech ആകട്ടെ, MBBS ആകട്ടെ, BSc നഴ്സിംഗ് ആവട്ടെ, BC ആവട്ടെ, ഏത് ബാച്ചുലർ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോലിയാണ്. വയസ്സ് നമുക്കറിയാം 18-36 പകരം ഇവിടെ 19-36 വരിക. യൂഷ്വൽ റിലാക്സേഷൻ ഈ പോസ്റ്റിന് ലഭിക്കുന്നുണ്ട്. ഇവിടെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന തസ്തികയ്ക്കുള്ളൊരു പ്രത്യേകത, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനേക്കാൾ ഉയർന്ന സ്കെയിലാണ് ഇതിനുള്ളത്. 43,400, 91,200 എന്ന സ്കെയിൽ. അവിടെ ബേസിക് പേ സ്വാഭാവികമായും 43,400 വരുന്നു. DA ഇപ്പോൾ നിലവിൽ 22%, 9,548 രൂപ ഡിയർനെസ് അലവൻസ് ആയി ലഭിക്കും. 4,340 രൂപ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ നമുക്ക് HRA ആയി ലഭിക്കും. അങ്ങനെ 57,288 രൂപ ഗ്രോസ് സാലറി ഇപ്പോൾ ലഭിക്കും. ഒരു 13% DA സർക്കാരിൻ്റെ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് അതുമൊക്കെ അനുവദിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ അനുവദിക്കാനാണെങ്കിൽ ഇത് 60,000 കവിഞ്ഞ് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും. അവിടെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഇതിന് നല്ല പ്രൊമോഷൻ സാധ്യതയുണ്ട്. നമുക്ക് അവിടെ നിന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ എന്നുള്ള ഗസറ്റഡ് റാങ്കിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ 43,400, 91,200 ആണ്. അവിടെ നിന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ, പിന്നെ ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ, ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എംപ്ലോയ്മെന്റ്, ജോയിന്റ് ഡയറക്ടർ ഓഫ് എംപ്ലോയ്മെന്റ് വരെ എത്താനുള്ള സാധ്യതയുണ്ട്. വളരെ യങ്ങായിട്ടൊക്കെ കയറുന്ന ആളുകളാണെങ്കിൽ ജോയിന്റ് ഡയറക്ടർ ഓഫ് എംപ്ലോയ്മെന്റ് വരെ എത്താം. പക്ഷെ ഡയറക്ടർ ആകാൻ പറ്റില്ല. ഡയറക്ടർ പോസ്റ്റിലേക്ക് വരിക IAS കാരാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ. സ്കെയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ ദുഃഖകരമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞതിന്റെ അങ്ങേ ലിസ്റ്റിൽ നിന്ന് 2019 ലിസ്റ്റിൽ നിന്ന് 26 പേർക്ക് നിയമനം ലഭിച്ച ഒരു തസ്തികയാണിത്. 26 പേർക്ക് നിയമനം ലഭിച്ചു. പക്ഷെ ഈ പ്രാവശ്യം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 1.5 വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിലും ഒരു നിയമനമാണ് നടന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതിനെപ്പറ്റി ഒരു എൻക്വയറി നടത്തിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഇതിനെ സംബന്ധിച്ച് ഈ തസ്തിക ഒരു കേസിൽ അകപ്പെടുകയുണ്ടായി. ആ കേസിന്റെ നടത്തിപ്പ് കാരണമാണ് ഇതിലെ നിയമനങ്ങൾ വൈകുന്നത്. ഇപ്പോൾ നിലവിലെ അവസ്ഥ, ഒരു 9 വേക്കൻസി കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് PSC പരിശോധിച്ചതിന് ശേഷം അതിലേക്ക് കൂടി നിയമന ശുപാർശ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് 9 10 മാറും. അപ്പോൾ 1.5 വർഷം കൊണ്ട്, 1.5 വർഷം കഴിയുമ്പോൾ 10 നിയമനങ്ങൾ നടക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വർഷം, അതായത് 2025 ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേക്കൻസിയുടെ കാര്യത്തിൽ ഇഴഞ്ഞു പോക്കും, കോടതി ആ കേസ് കിടക്കുന്നതും ഒക്കെ കൂടെ നോക്കുമ്പോൾ ഇത് അല്പം ഇഴഞ്ഞു പോകാനുള്ളൊരു സാധ്യതയാണുള്ളത്. നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ 2026 പ്രതീക്ഷിച്ചാൽ മതിയാകും. പിന്നെ ഇതിന്റെ സാധ്യതകളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു നിയമനമാണ് നടന്നിരിക്കുന്നത്, ശരിയാണ്, ഒരു നിയമനമാണ് നടന്നിട്ടുള്ളതെങ്കിലും കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 25 നിയമനം നടന്നു. ആ 25 എന്നൊക്കെ പറഞ്ഞത് മാക്സിമം ആണ്. 25-30 വരെയൊക്കെയുള്ള നിയമനങ്ങളെ ഇവിടെ നടക്കൂ.
അത്രയുള്ള നിയമനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ ഒന്നെന്നുള്ളത് ഇനി ഒരു 9 വേക്കൻസി കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് കൂടി നിയമനം നടക്കുമ്പോൾ 10 ആകുന്നു. ഈ ഒരു നിയമനം നടന്നപ്പോൾ അവിടെ റൊട്ടേഷൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. MR2 8 LCAI TPO ആണ്, MR2 10 OBC TPO ആണ്, 12 SC TPO ആണ്, 14 ഈഴവ TPO ആണ്. ഈ TPO ടേണുകളൊക്കെ തന്നെ ഈ 9 വേക്കൻസിയിൽ ഫില്ല് ചെയ്യപ്പെടും. ഇവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡിന്റെ ടേൺ വന്നിട്ടില്ലെങ്കിൽ 16 മുസ്ലിം എന്നുള്ള ടേണും ഇപ്പോൾ നടക്കാൻ പോകുന്ന ആ ഒരു നിയമനത്തിൽ പെട്ട് അതും സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. തുടർന്ന് OCയുടെ 3 ടേണുകളും അതുപോലെ തന്നെ EWSന്റെ 1 ടേണും ഫില്ല് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ റൊട്ടേഷൻ നമുക്ക് ലിസ്റ്റ് അവസാനിക്കാത്തത് കൊണ്ട് അടുത്ത ലിസ്റ്റിന് വേണ്ടിയുള്ള റൊട്ടേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ കട്ട് ഓഫിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും. കാരണം വേക്കൻസി കുറവാണെങ്കിലും ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന തസ്തികയുടെ ആ ഒരു പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഡിഗ്രിക്കാരെല്ലാം ഇതിന് അപേക്ഷിക്കും. അതുകൊണ്ട് തന്നെ 2 ലക്ഷത്തിന് മുകളിലായിരിക്കും ആപ്ലിക്കൻസിന്റെ എണ്ണം. അവിടെ ഒരു പ്രിലിമിനറി ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്തപ്പോൾ 888 പേരുടെ പ്രിലിമിനറി ലിസ്റ്റ് മാത്രമാണ് ഇട്ടത്. അത് പരീക്ഷയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് ആയപ്പോൾ 30 ആയി ചുരുങ്ങി 30 പേരുടെ ലിസ്റ്റാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കട്ട് ഓഫ് കൂടുതലായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രിലിമിനറിയിൽ 66.78 കട്ട് ഓഫ് വരികയും മെയിൻ പരീക്ഷയിൽ 64 മാർക്ക് കട്ട് ഓഫ് വരികയും ചെയ്തു. അവിടെ ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട്. അവിടെ കട്ട് ഓഫ് 64 ആയിരുന്നു, പക്ഷേ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളിന് 72 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് റാങ്കിന് 72 മാർക്കാണ് ഉണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ ആ 64നും 74നും ഇടയിൽ ഒരു നാരോ റേഞ്ചിലാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിന്റെ പ്രിപ്പറേഷൻ നടന്നത്. അപ്പോൾ കട്ട് ഓഫ് 64 ഇവിടെ വന്നു, അവിടെ 66 വന്നു. നിങ്ങൾ തീർച്ചയായും 60ന് മുകളിലുള്ള ഒരു കട്ട് ഓഫ് പ്രതീക്ഷിച്ചേ മതിയാവൂ, അങ്ങനെ പഠിച്ചേ മതിയാവൂ. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുൻ വീഡിയോയിൽ ധാരാളം ആളുകൾ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറെ സംബന്ധിച്ചുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇതാണ്: ഒരു നിയമനമേ നടന്നിട്ടുള്ളൂ, ഇനി ഒരു 9 നിയമനം കോടതി നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിയമനം കൂടി നടക്കുമ്പോൾ 10 നിയമനമേ ആയിട്ടുള്ളൂ. PSC സ്വാഭാവികമായും ഈ വർഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നടത്താനുള്ള സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ധാരാളം വേക്കൻസികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ഇതിന് വേക്കൻസികൾ കുറവായിരിക്കും. മാക്സിമം വന്നാൽ ഒരു 30 വരെയുള്ള വേക്കൻസി പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഒരു കടുത്ത മത്സരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് ഈ തസ്തികയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ നല്ല പ്രൊമോഷൻ സാധ്യത ഓഫർ ചെയ്യുന്ന ഒരു തസ്തികയാണിത്. നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ ഏതാനും ഡിഗ്രി തല തസ്തികൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. കമ്പനി കോർപ്പറേഷനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഇങ്ങനെയുള്ള തസ്തികൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സിലബസ് ഒക്കെ ചോദിച്ചാൽ ഏകദേശം അതേ സിലബസ് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ പഠനം ഇപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തുടരുക. വരട്ടെ, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ വരുമ്പോൾ നമുക്ക് അപേക്ഷിക്കാം. അവിടെ നമുക്കത് നേടിയെടുക്കുവാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഗുഡ് ബൈ.